നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു നൂഡിൽസ് വെച്ചൊരു പീസ് ഉണ്ടാക്കിയാൽ വാ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം 3 കഷ്ണം നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അത് ബോയിലായി വന്നതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി വേറെ പാത്രത്തിന് ശേഷം അതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിടാവുന്നതാണ്. നന്നായി ഇറക്കിയതിന് ശേഷം അതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, എന്നിട്ട് ലേശം ഉപ്പിട്ടതിന് ശേഷം പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ലേശം ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നൂഡിൽസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നൂഡിൽസ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മസാല പാക്കറ്റായിട്ട് കിട്ടും. അതൊരു 3 പാക്കറ്റ് പൊട്ടിച്ച് ഇതിന് മുകളിലോട്ട് പതുക്കെ വെതിരി കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. ആ കളർ എല്ലായിടത്തും പിടിക്കണം. പതുക്കെ ഇളക്കിയാൽ മതി. ഓവറായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പൊട്ടി നാശമാവും. ഈ നൂഡിൽസിന് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നേരത്തെ വെച്ചിട്ട മുട്ട നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം കുറച്ച് ആവാണ്ടാവുള്ളൂ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് നേരത്തെ വെച്ച നൂഡിൽസ് ഇതിലോട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പിസ്സ ചീസ്, ക്യാപ്സിക്കം, തക്കാളി മുകളിൽ വെച്ചതിന് ശേഷം അടച്ചു വയ്ക്കാം. അല്പസമയം കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്ത് വയ്ക്കാം. സംഭവം റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. സംഭവം വിചാരിച്ച പോലെ കേട്ടോ, നൈസാണ്, കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. കുറച്ചുകൂടി ചീസ് കൂട്ടാമായിരുന്നു എന്ന് തോന്നി. കാരണം വിചാരിച്ച പോലെ കേട്ടോ, സംഭവം സെറ്റാണ്. ഉണ്ടാക്കാൻ കുറച്ചൊക്കെ സിമ്പിളാട്ടോ. അപ്പോൾ വേണമെന്ന് ട്രൈ ചെയ്യാം. ഇനി ഏതാണ് കഴിക്കട്ടെ, നോക്കിയിട്ട് കാര്യമില്ല. സാധനം സൂപ്പറാട്ടോ.